زيد ضربته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ബാബുൽ ഇസ്തിഗാൽ അത് നെഹ്വിലെ ഏതാനും അറിയപ്പെട്ട ബാബുകളിൽപ്പെട്ട ഒരു ബാബാണ് ഇസ്തിഗാൽ ബാബ്, ബാബു തനാസുഅ്, മസ്അലത്തുൽ കുഹ്ൽ എന്നൊക്കെ പോലെ. ചിലപ്പോഴൊക്കെ ചില വിദ്യാർത്ഥികൾക്ക് ഇത് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ വളരെ ശരിയായ രീതിയിൽ സമീപിച്ചാൽ ഈ ബാബുകൾ വളരെ സിമ്പിൾ എന്നല്ല, വലിയൊരു ബാബിൻ്റെ ഒരു ചെറിയൊരു ഏരിയ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാവും. എന്താണ് ഇസ്തിഗാൽ എന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇസ്തിഗാൽ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മ ഒരു ജുംലയിൽ സംഭവിച്ചു. ആ ഇസ്മിൻ്റെ യഥാർത്ഥത്തിൽ ആശയപരമായി അർത്ഥത്തിലൂടെ നോക്കുമ്പോൾ ആ ഇസ്മിൻ്റെ ആമിലാകേണ്ടിയിരുന്ന ഫിയല് ഈ ഇസ്മിന് നസ്ബ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ ഇസ്മിൻ്റെ മേൽ അമൽ ചെയ്യുന്നതിന് പകരം ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇനി ഈ ഇസ്മിൽ അമൽ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമാണല്ലോ. ആ ഉദാഹരണം നമ്മൾ പറയുന്നിടത്ത് സെയ്ദുൻ ലറബുത്തുഹു അല്ലെങ്കിൽ സെയ്ദൻ ലറബുത്തുഹു. ഇവിടെ ശരിക്കും ജുംല ലറബുത്തു സെയ്ദൻ എന്നാക്കാം നമുക്ക്. ലറബുത്തു സെയ്ദൻ എന്നുള്ളടത്ത് ലറബത്തു ഞാൻ അടിച്ചു സെയ്ദിനെ. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? സെയ്ദൻ ലറബത്തുഹു. ഈ ഹു എന്ന ലമീർ അത് മടങ്ങുന്നത് സെയ്ദിലേക്കാണ്. അതിന് നസ്ബ് ചെയ്തത് കാരണത്താൽ ഇനി ഈ സെയ്ദൻ എന്നതിന് നസ്ബ് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ ജുംലകൾ വരുന്ന സമയത്ത് എന്ത് വായിക്കണം? സെയ്ദ് എന്ന ഈ ആദ്യമ ഇസ്മ്, ഇതിന് അൽ ഇസ്മു സാബിഖ ഇസ്മ എന്ന് പേര് പറയും. ഇതിന് റഫ്ഇ ചെയ്യണോ നസ്ബ് ചെയ്യണോ എന്നതാണ് ഈ ബാബിലെ ചർച്ച. ഓക്കെ, ഇനി ഇത് സിമ്പിളാണെന്നും ഇത് മറ്റൊരു ബാബിലെ ഒരു ചർച്ച മാത്രമാണെന്നും എങ്ങനെ എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് വായിക്കുക എന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഇതിന് റഫ്ഇ ചെയ്യാം, മറ്റൊന്ന് നസ്ബ് ചെയ്യാം. നസ്ബ് ചെയ്യുന്ന സന്ദർഭം ആദ്യം എടുക്കുകയാണെങ്കിൽ, നസ്ബ് ചെയ്യുമ്പോൾ ഈ ബാബിൽ പറയുന്നത് ശേഷം വന്ന ഫീലിൻ്റെ സെയിം ആയിട്ടുള്ള ആശയത്തിലും വാചകത്തിലും സെയിം ആയതോ അല്ലെങ്കിൽ അതേ അർത്ഥമുള്ളതായിട്ടുള്ളൊരു ഫീലിനെ നമ്മൾ സങ്കല്പിക്കണം. ഇപ്പോൾ ഇവിടെ ലറബത്തു സെയ്ദൻ എന്ന് സങ്കല്പിക്കും. ഈ സങ്കല്പിക്കുന്ന സമയത്ത് ശേഷമുള്ള പിന്നെ നമ്മൾ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ മുഫസ്സിർ എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് ഇതൊരു ഫിയലിയായ ജുംലയാണ്. ലറബത്തു സെയ്ദൻ എന്ന് പറയുന്നതിന് പകരം സെയ്ദൻ ലറബത്തു എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പിന്നെ ഒരു ലറബത്തുവിനെ സങ്കല്പിക്കുമ്പോൾ നേരെ ജുംല ലറബത്തു സെയ്ദൻ എന്നായി ഒരു ഫിയലിയായ ജുംലയാണ്. ഇനി റഫ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, സെയ്ദുൻ എന്നത് മുബ്തദയാണ്, ലറബത്തു ഹു എന്നത് ഫിയലും ഫായില് കൂടിയ ജുംല സെയ്ദുൻ എന്നതിൻ്റെ ഖബറുമാണ്. അപ്പോൾ അതൊരു ഇസ്മിയായ ജുംലയുമാണ്. ഒന്നും കൂടെ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇതിനെ ഇസ്മിയായ ജുംലയാക്കണോ ഫിയലിയായ ജുംലയാക്കണോ എന്നതാണ് തർക്കം എന്നതിലേക്ക് കൊണ്ടുവരാൻ. റഫ് ചെയ്യുന്ന സമയത്ത് അത് ഇസ്മിയായ ജുംലയാണ്, നസ്ബ് ചെയ്യുന്ന സമയത്ത് അത് ഫിയലിയായ ജുംലയാണ്. ഇതാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഒരു ഇസ്മ് ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീറിൽ ഫെയിൽ അമൽ ചെയ്തത് കാരണത്താൽ ഇസ്മിന് എന്ത് ഇറാബ് ചെയ്യണം എന്ന ചോദ്യം വരുമ്പോൾ നസ്ബ് ചെയ്യുന്ന സമയത്ത് മുമ്പിൽ ഒരു ഫീലിനെ സങ്കല്പിച്ചു കൊടുക്കുന്നു. റഫ് ചെയ്യുന്ന സമയത്ത് ഒരു സങ്കല്പനവും വേണ്ട, ഇസ്മ് നേരെ മുബ്തദയാകുന്നു, ശേഷമുള്ള ജുംല ഖബറുമാകുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവസാനം പറയുന്നത് കാണാം, രണ്ടും പറ്റുന്ന സമയത്ത് ഏറ്റവും നല്ലത് റഫ് ആണ് എന്ന് പറയുന്നുണ്ട്. കാരണം റഫ് ചെയ്യുന്ന സമയത്ത് സങ്കല്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, നസ്ബ് ചെയ്യുമ്പോൾ ഒരു സങ്കല്പനത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ ചോദ്യം വരും, എന്നാൽ പിന്നെ എല്ലായിടത്തും റഫ് വായിച്ച് ഇസ്മിയായ ജുംലയാക്കി അങ്ങ് വിട്ടാൽ പോരെ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഒരു ബാബായിട്ട് വിശദമായി ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അഥവാ ഇത്തരം ഉദാഹരണങ്ങളിൽ എല്ലാ സ്ഥലത്തും റഫ് പറ്റില്ല, എല്ലാ സ്ഥലത്തും നസ്ബും പറ്റില്ല. ചില സ്ഥലത്ത് റഫ് മാത്രമേ പറ്റുകയുള്ളൂ, ചിലയിടത്ത് നസ്ബും മാത്രമേ പറ്റുകയുള്ളൂ. അതെന്തുകൊണ്ട് വെച്ചാൽ ഈ ഇസ്മിൻ്റെ തൊട്ട് മുമ്പ് വരുന്നത് ഫേലിൽ മാത്രം വരുന്നൊരു വസ്തുവാണ് ഇന്നൊക്കെ പോലെയെങ്കിൽ അവിടെ നമ്മൾ നസ്ബ് തന്നെ ചെയ്യണം. എന്നാൽ ഇതേപോലെ ഇസ്മിൽ മാത്രം വരുന്ന വസ്തുക്കളാണെന്നെങ്കിൽ അവിടെ നമ്മൾ റഫും ചെയ്യണം. ഈ ഒരു രൂപങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കിതാബുകളിലൊക്കെ 5 രൂപങ്ങൾ ഇവൾക്ക്
പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിന് റഫ് മാത്രം പറ്റുന്ന സ്ഥലം, മറ്റൊന്ന് നെസ്ബ് മാത്രം പറ്റുന്ന സ്ഥലം, മറ്റൊന്ന് റഫും പറ്റും നെസ്ബും പറ്റും ഏറ്റവും നല്ലത് റഫ് ആയ സ്ഥലം, മറ്റൊന്ന് രണ്ടും പറ്റും നെസ്ബ് ഏറ്റവും നല്ലതായ സ്ഥലം, അഞ്ചാമത്തേത് ഒരുപോലെ രണ്ടും പറ്റുന്ന സ്ഥലം എന്നൊക്കെ. അതൊക്കെ വിശദമായി അതിൻ്റെ ബാബുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ കേട്ട ശേഷം ഇസ്തിഖാൽ ബാബ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവുകയാണ് ചെയ്തതെങ്കിൽ മനസ്സിലായി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന കാര്യം തന്നെ നിങ്ങൾ തുറന്ന് കമൻറ്റ് ചെയ്യണം. ഉപകാരപ്പെട്ടെങ്കിൽ ആ കാര്യം അറിയിച്ചാൽ, ഇത്തരം ഉപകാരപ്രദമാണെങ്കിൽ ഇനിയും വീഡിയോകൾ മറ്റു ബാബുകളിൽ ചെയ്യാവുന്നതാണ്. സന്തോഷമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.